മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ ശമ്പളം മുടങ്ങി. കോഴിക്കോട്, കണ്ണൂർ യൂണിറ്റുകളായി ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നു. കോഴിക്കോട് യൂണിറ്റിൽ 3 മാസവും കണ്ണൂരിൽ 7 മാസമായിട്ടും ശമ്പളമില്ല. പാർട്ടി പത്രത്തിൽ ശമ്പളം മുടങ്ങിയിട്ടും ഇടപെടാതെ ലീഗ് നേതൃത്വം. ലീഗ് നേതാക്കളുടെ മൗനത്തിൽ ജീവനക്കാർക്കും അമർഷം രൂക്ഷമെന്നറിയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേർന്നു. പ്രസാദ്, എന്താണ് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം? സേതു, കഴിഞ്ഞ മാസങ്ങളായി കണ്ണൂരിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും ചന്ദ്രിക ദിനപത്രത്തിലെ ജീവനക്കാർക്ക് ശമ്പളം ഇല്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി. സാധാരണഗതിയിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ശമ്പളം നൽകുന്ന കാര്യത്തിൽ ഇടപെടാറുണ്ട്. പക്ഷെ അത് ഇത്തവണ ഉണ്ടാകുന്നില്ല. പാർട്ടി നേതൃത്വം ഒന്നാകെ മൗനം പാലിക്കുന്നു എന്നൊരു പരാതി ജീവനക്കാർ പറയുന്നുണ്ട്. കോഴിക്കോട് യൂണിറ്റിൽ 73 പേരാണ് ജീവനക്കാരായിട്ടുള്ളത്. കണ്ണൂരിൽ 30 പേരും. അങ്ങനെ മൊത്തം 103 പേർക്കാണ് ശമ്പളം. കണ്ണൂരിൽ 7 മാസമായി ശമ്പളം കിട്ടുന്നില്ല എന്ന് ജീവനക്കാർ പറയുന്നു. കോഴിക്കോടാണെങ്കിൽ 3 മാസമായി ശമ്പളം കിട്ടുന്നില്ല. ഈ മാസത്തെയും ശമ്പളം വന്നിട്ടില്ല. സാധാരണ 2-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെ അവർക്ക് ശമ്പളം ലഭിക്കുന്നതാണ്. ഓരോ യൂണിറ്റിലും അവരുടെ അതാത് യൂണിറ്റുകൾ തന്നെ ശമ്പളം നൽകാനുള്ള വരുമാനം പരസ്യ വരുമാനത്തിലൂടെ കണ്ടെത്തണം എന്നുള്ളതാണ് കമ്പനി അല്ലെങ്കിൽ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട ജില്ലയാണ്. അവരുടെ ആസ്ഥാനം നിൽക്കുന്ന ജില്ലയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ സർക്കുലേഷനുള്ള ഒരു ജില്ലയാണ്. പക്ഷേ മിസ്മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് ഇത്രയൊരു പ്രതിസന്ധിക്ക് കാരണമായത് എന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. കാരണം ആവശ്യമായ പരസ്യങ്ങളെല്ലാം ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു മാനേജ്മെന്റ് നടക്കാത്തത് കൊണ്ട് തന്നെ അത് ശമ്പളം മുടങ്ങാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ഡയറക്ടർ ബോർഡിൽ അംഗമുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രശ്നം ഉണ്ടായിട്ട് പോലും അതിനകത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. നേരത്തെ ഫിനാൻസ് ഡയറക്ടറായിട്ടുള്ള സമീർ, അദ്ദേഹം ഇപ്പോൾ തിരൂരങ്ങാടി MLA ആണ്. അദ്ദേഹം MLA ആയതിനു ശേഷവും ആവശ്യമായ ശ്രദ്ധ പത്രത്തിലേക്ക് നൽകുന്നില്ല എന്നുള്ളൊരു പരാതി ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മളതിന് ശ്രമിച്ചിരുന്നു, പക്ഷേ അവരുടെ വിശദീകരണം ലഭിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. എപ്പോഴാണ് അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുക, എന്താണ് പ്രതിസന്ധിക്ക് കാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ജീവനക്കാർ പറയുന്നത് മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് ഇത്തരം ഒരു പ്രതിസന്ധി നേരിട്ടുള്ളത്. ഇതിനേക്കാൾ സർക്കുലേഷൻ കുറഞ്ഞിട്ടുള്ള മറ്റ് ജില്ലകളിൽ ഇപ്പോൾ ഇവർക്ക് ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോടും കണ്ണൂരും എത്രയും വേഗം ശമ്പളം നൽകുക. ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ പ്രസാദ്.